ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഞാനിപ്പോൾ ഇരിക്കുന്നത് സ്റ്റാർ കെയർ ഹോസ്പിറ്റലാണ്. കൺസൾട്ടേഷന് വേണ്ടി വന്നതൊന്നുമല്ല കേട്ടോ. നാളെ കാലിക്കറ്റ് ബീച്ചിൽ വെച്ചിട്ടൊരു മാരത്തോൺ ഉണ്ട്, അതിൻ്റെ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് വന്നതാണ്. ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസ്ഡ് ആയിപ്പോയി, അതുകൊണ്ട് തന്നെ നമ്മൾ സ്പോട്ട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി വന്നതായിരുന്നു. നമ്മൾ രണ്ടുപേരും മാത്രമല്ല കേട്ടോ, നമ്മളെ കൂടെ രണ്ടുപേരും കൂടെ ഉണ്ട്. അങ്ങനെ നമ്മൾ മൊത്തം 4 പേരുണ്ട്. നമ്മൾ 10Kക്കാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള കിറ്റിൽ എന്തൊക്കെയുണ്ടെന്നൊന്ന് നോക്കിയാലോ. സ്മാർട്ട് റണ്ണിങ്ങിനെ കുറിച്ചുള്ള ഒരു കാറ്റലോഗ് ഉണ്ട്. പിന്നെ വേറെയും ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ നമ്മളുടെ മെയിൻ സംഭവമായിട്ടുള്ള ടീഷർട്ട്, അതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ബിബുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടീഷർട്ട്. നമുക്ക് ഇഷ്ടമുള്ള സൈസ് സെലക്ട് ചെയ്യാം. അതിൻ്റെ കൂടെ തന്നെ നമ്മളുടെ രജിസ്ട്രേഷൻ നമ്പർ കൊടുത്തിട്ടുള്ള ബിബുണ്ട്. ഈ ബാക്കിലിരിക്കുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഒരു മെയിൻ സംഭവം. ഇതാണ് നമ്മളെ ട്രാക്ക് ചെയ്യുന്ന, അതായത് നമ്മൾ ഓടുന്നത് ട്രാക്ക് ചെയ്യുന്ന ഒരു ചിപ്പാണ്. അപ്പോൾ ആ ഒരു ചിപ്പ് അതിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു ബിബിലേക്ക് അറ്റാച്ച് ചെയ്യണം, അതായത് സ്റ്റിക്ക് ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ട്രാക്കറിൽ നമ്മൾ എത്ര ഡിസ്റ്റൻസ് ഓടി, എത്ര സമയം കൊണ്ട് ഓടി എന്നുള്ളതെല്ലാം അതാണ് ട്രാക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് നാളെ രാവിലെ കാണാം. സമയം ഏകദേശം 5:55 ആയിട്ടുണ്ട്. 6 മണിക്കാണ് നമ്മളുടെ ഫ്ലാഗ് ഓഫ്. ശരിക്കും പറഞ്ഞാൽ 5:30ക്ക് ഒരു വാം അപ്പ് സെഷൻ ഉണ്ട്. അപ്പോൾ നമ്മളൊരു 5:15 ആകുമ്പോഴെങ്കിലും എത്തണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. ഏകദേശം 5:55 ആയിട്ടുണ്ട്. 6 o'clock ഷാർപ്പ് നമുക്ക് ഫ്ലാഗ് ഓഫ് ആണ്. അപ്പോൾ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്കും ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. പോലീസ് വണ്ടിയൊക്കെ നിന്നിട്ട് ഈ ഒരു റോഡ് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹരാണ് കേട്ടോ. 20K റണ്ണേഴ്സ് മോർണിംഗ് 5 o'clock തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 10K 6 o'clock 5K 6:30 ഇപ്പം നമ്മൾ കണ്ടതാണ് നമ്മളുടെ ഫ്ലാഗ് ഓഫിൻ്റെ ലൈന്. ആ ലൈനിൻ്റെ ബാക്കിൽ തന്നെ നിൽക്കണം, അതായത് ആ ലൈൻ ക്രോസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ചിപ്പ് ആക്ടിവേറ്റ് ആവുന്നതും നമ്മൾ കിലോമീറ്റേഴ്സും ടൈമൊക്കെ ട്രാക്ക് ചെയ്യാൻ തുടങ്ങുന്നതും. ഇങ്ങനെ എല്ലാവരും ഫുൾ എനർജിയിലും ഫുൾ പവറിലും നമ്മളെ ഫ്ലാഗ് ഓഫിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. അപ്പം നമ്മൾ 4 പേര് പറഞ്ഞത് ഞാൻ, റിസ്വാൻഖൻ്റെ സിസ്റ്റർ ഗുൽനാസ് ആൻഡ് ഹസ്ബൻഡ്. ഇവിടെ ഭയങ്കര ലൈവ്ലിയാണ് കേട്ടോ, ഡ്രോണും പിന്നെ അതുപോലെ ഡ്രംസും മ്യൂസിക്കൊക്കെ ആയിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കൂടെ +1 +2 പഠിച്ചൊരു ഫ്രണ്ടിനെയും മീറ്റ് ചെയ്തു കേട്ടോ, ഡോക്ടർ ഷഹാന. അങ്ങനെ നമ്മളുടെ 10K മാരത്തോൺ ഫ്ലാഗ് ഓഫ് ചെയ്യാൻ പോവാണേ. നമ്മൾ ഗുജറാത്തി സ്കൂളിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളുടെ റൂട്ടിൽ കയറ്റോ ഇറക്കോ ഒന്നുമില്ല കേട്ടോ. അങ്ങനെ 1/2 മണിക്കൂർ കൊണ്ട് ആദ്യത്തെ 2.5 കിലോമീറ്റേഴ്സ് നമ്മൾ ഓടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നും നടക്കാനും ഓടാനൊക്കെ പോകുന്നവർക്ക് മാത്രമേ ഇത് പറ്റൂന്നൊന്നുമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും ഇതുപോലെ വന്ന് ഓടാനും. നമ്മൾ ഫുൾ 10 കിലോമീറ്റേഴ്സ് തന്നെ ഓടുമെന്നല്ല, കുറേ ഓടും കുറേ നടക്കും. പക്ഷേ അത് ഫിനിഷ് ചെയ്യാന്നുള്ളതും പിന്നെ അതിലുപരി നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ ഓടുമ്പോഴൊക്കെയുള്ള ഒരു ഫൺ എലമെൻ്റാണ് അതിലുള്ളത്. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ബ്ലാക്ക് കോഫിയും ഡേറ്റ്സുമാണ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 6 കിലോമീറ്റർ വരെ നല്ല എനർജറ്റിക് ആയിരുന്നു. പിന്നെ ലേശം ഇങ്ങനെ ടയർഡാവാൻ തുടങ്ങി. നല്ല തണുപ്പായതുകൊണ്ട് തന്നെ ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങിയതായിരുന്നു. പക്ഷേ നമ്മൾ ഓടി തുടങ്ങിയപ്പോൾ ഒന്ന് വാമായി, ഫേസൊക്കെ അതാണ് ഇങ്ങനെ ബ്ലഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് ഇവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ട്. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഗൈഡ് ചെയ്യാനും അതുപോലെ വെള്ളം കൊടുക്കാനും പിന്നെ മെഡിക്കേഷൻസും, അതായത് മസിൽ റിലാക്സൻ സ്പ്രേസ് അല്ലെങ്കിൽ അതിൻ്റെ ഓയിൻമെൻറ്റ്സ് ഒക്കെ ആയിട്ട് അങ്ങനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ടീംസ് ഉണ്ട് കേട്ടോ ഈ പോകുന്ന വഴിയിൽ.
കൂടാണ്ട് നമ്മൾ ചീറപ്പ് ചെയ്യാനും ആളുണ്ട്. അപ്പം നമുക്ക് ഏകദേശം 10 കിലോമീറ്ററിൻ്റെ യൂ ടേൺ എടുക്കാനായി. അതായത് 5 കിലോമീറ്റർ സ്ട്രെയിറ്റ്, അത് കഴിഞ്ഞിട്ട് യൂ ടേൺ 5 കിലോമീറ്റേഴ്സ്. ഞാനും ഗുൽനാസും കുറച്ച് സ്ലോ ആയിരുന്നു. നമ്മൾ ഏകദേശം യൂ ടേൺ എടുക്കാനായപ്പോഴത്തേക്കിനും അപ്പുറത്ത് റിസാൻകയും ഹഷ്മിയൊക്കെ യൂ ടേൺ എടുത്ത് വരുന്നത് കണ്ടു. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ മൈൻഡ് സെറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ മൈൻഡാണ് ശരിക്കും നമ്മുടെ ബോഡീനെ കൺട്രോൾ ചെയ്യണത്. ഇപ്പം നമ്മൾ ഏകദേശം 5 കിലോമീറ്റേഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ 10 കിലോമീറ്ററിൻ്റെ യൂ ടേൺ എടുക്കുകയാണ്. അതായത് ഇനി അങ്ങോട്ടേക്കും 5 കിലോമീറ്റേഴ്സ് ഓടിക്കഴിഞ്ഞാൽ നമ്മൾ 10K കംപ്ലീറ്റ് ആയി. അപ്പം നമ്മൾ ഈ 5 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ആയി യൂ ടേൺ എടുത്ത സമയത്ത് നമ്മളെ മൈൻഡേ മാറി. കാരണം നമ്മളൊരു ഒരു 5 കിലോമീറ്റേഴ്സ് അച്ചീവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് നമ്മളെ ഡെസ്റ്റിനേഷനിലേക്കാണ് പോണത്. അപ്പോൾ നമ്മൾ റിട്ടേൺ ഒരു സമാധാനം ഉണ്ടായിരുന്നു നമുക്ക്. പിന്നെ തിരിച്ച് വേഗം നമുക്ക് എത്തണം എന്നുള്ളൊരു രീതിയിൽ നമുക്ക് വീണ്ടും എവിടെ നിന്നൊക്കെ ഒരു എനർജി കിട്ടിയ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ 5K കഴിഞ്ഞ് റിട്ടേൺ ചെയ്യുന്നിടത്തൊക്കെ ഇവരെ ട്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ വീണ്ടും ഉണ്ട്. നമ്മളുടെ ഡിസ്റ്റൻസും കാര്യങ്ങളൊക്കെ കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഈ ഒരു ബ്ലൂ കളർ സ്ട്രിപ്പ് ഉണ്ടല്ലോ, അതൊക്കെ നമ്മളുടെ ട്രാക്കറാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 10K ഓടിയ സമയത്ത് നമുക്ക് ഈ ഒരു റൂട്ടേ അല്ലായിരുന്നു. നമുക്ക് കുറച്ച് കയറ്റവും ഇറക്കമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്ക് കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈസി ആയിരുന്നു. ഇത് നമ്മളുടെ മെഡിക്കൽ ടീമാണ്. ഞാൻ അവരുടെ അടുത്ത് നിന്ന് 2 മസിൽ റിലാക്സൻ്റെ സ്പ്രേ എടുത്തടിച്ചു. അങ്ങനെ സമയം ഏകദേശം 7:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 4.5 കിലോമീറ്റേഴ്സ് 4 to 4.5 കിലോമീറ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ 10K ഫിനിഷ് ചെയ്തത് ഏകദേശം 1 hour 58 minutes കൊണ്ടൊക്കെയാണ് കേട്ടോ. പക്ഷേ കഴിഞ്ഞ 2 മാസമായിട്ട് യാതൊരു തരത്തിലും ഞാൻ ഓടാനോ അല്ലെങ്കിൽ വർക്കൗട്ടിനോ ഒന്നും പോയിട്ടില്ല. അങ്ങനെയൊക്കെ പോകാണ്ടാണ് ഞാൻ ഈ ഒരു സമയം കൊണ്ട് ഫിനിഷ് ചെയ്തത്. അപ്പോൾ ശരിക്കും നമ്മൾ ഡെയിലി ഒരു 3 to 5 കിലോമീറ്റേഴ്സ് ഒക്കെ വാക്കിംഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10K ഒന്നും ഒരു വിഷയമേ അല്ല. അപ്പോൾ സക്സസ്ഫുള്ളി നമ്മളൊരു 7:26 ആയപ്പം 7.5 കിലോമീറ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മളുടെ 5K ഓടുന്നവരും നമ്മളെ കൂടെ ഉണ്ട്. ഇപ്പം റിട്ടേൺ അടിക്കുന്നു. അപ്പോൾ ഇനിയൊരു 2.5 കിലോമീറ്റേഴ്സും കൂടെ കംപ്ലീറ്റ് ചെയ്താൽ നമ്മളുടെ 10K മാരത്തോൺ കംപ്ലീറ്റ് ആയി. 10 കിലോമീറ്റർ അതൊന്നും കണ്ടാൽ തോന്നില്ല. അപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളൊരു 10 കിലോമീറ്റർ ഓടി എന്നൊന്നും കണ്ടാൽ പറയില്ല എന്ന്. ശരിക്കും ലാസ്റ്റത്തെ ഒരു 2.5 കിലോമീറ്റേഴ്സ് കുറച്ചധികം സ്ലോ ആയിട്ടോ പിന്നെ നമ്മൾ ഏകദേശം ഫിനിഷിംഗ് പോയിന്റ് എത്തിയിട്ടുണ്ട്. ഇതേ എല്ലാവരും നമ്മളെ വെയിറ്റ് ചെയ്യാണ്. cheer ചെയ്യാനൊക്കെ അവിടെ ആളുണ്ട്. ഷഹാനൊക്കെ ഇതാ ഫുൾ പവറിൽ നമ്മളെ വെൽക്കം ചെയ്യാനും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ക്യാമറ കുറച്ച് ഷേക്കിംഗ് ആയിരിക്കും കേട്ടോ. കാരണം ഭയങ്കര ലോ എനർജിയിൽ നടന്നിരുന്ന ഞാൻ ഇവരുടെ ചിയറിംഗ് ഒക്കെ കണ്ടപ്പോൾ വീണ്ടും ഓടാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ഓടി കയറുന്നത് ഗുജറാത്തി സ്കൂളിലേക്കാണ്. അവിടെയാണ് നമ്മളുടെ ഫിനിഷിംഗ് പോയിന്റിൻ്റെ ആ ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുള്ളത്. അപ്പം നമ്മളുടെ ഫിനിഷിംഗ് ലൈൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ 10K കംപ്ലീറ്റഡ് ആയി. ശരിക്കും ഒരു അടിപൊളി ഫൺ റൺ ആയിരുന്നു കേട്ടോ. നമുക്കിനി മെഡൽ കിട്ടാനുണ്ട്. പിന്നെ നമ്മളുടെ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. പിന്നെ നമുക്ക് ഫുഡും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മളുടെ 10K കംപ്ലീഷൻ്റെ മെഡൽ വാങ്ങിക്കാൻ പോവാണ്. ഇത് ആക്ച്വലി കാലിക്കറ്റ് റോട്ടറി ക്ലബ്ബും അതുപോലെ സ്റ്റാർ കെയർ ഹോസ്പിറ്റലും കൂടെ ക്ലബ് ചെയ്തിട്ട് നടത്തിയൊരു മാരത്തോൺ ആയിരുന്നു. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മളുടെ മെഡൽ കിട്ടി. ഇനി നമുക്ക് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോവാം. സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചതിന് ശേഷം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. നല്ല വിശപ്പുണ്ട്. പിന്നെ നമ്മളെ കൂടെയുള്ള 2 ആൾക്കാർ എവിടെയും നോക്കട്ടെ, അവർ വന്നിട്ട് കുറച്ച് സമയമായി തോന്നുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങിക്കാൻ പോയപ്പോഴാണ് അവർ പറഞ്ഞത് അത് വിന്നേഴ്സിന് മാത്രമേ ഉള്ളൂ, അല്ലാത്തവർക്ക് സർട്ടിഫിക്കറ്റ് ഓൺലൈനിലാണ് ഉണ്ടാവുക. പിന്നെ ഇവരുടെ ഒരു ഇലക്ട്രോലൈറ്റ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കുടിച്ചു. നല്ല ദാഹം ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഉണ്ടായിരുന്നത് ഉപ്മാവും വെജിറ്റബിൾ സ്റ്റൂ, പിന്നെ എഗ്ഗ്, ബനാന, ഗോതമ്പ് ദോശ. നല്ല വിശപ്പുണ്ടായതുകൊണ്ട് ടേസ്റ്റ് ഒന്നൊരു വിഷയമേ അല്ലായിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ.
ഇത് 10K കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് ആ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയതാണ്. പക്ഷേ അവിടെ ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു തട്ടിക്കൂട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ പോന്നു ട്ടോ. അങ്ങനെ എല്ലാവരും പ്ലാറ്റ്ഫോമിൽ കയറി ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ നിന്നിട്ട് തട്ടിക്കൂട്ടി ഇങ്ങനെയൊക്കെ കുറച്ച് പിക്സൊക്കെ ക്ലിക്ക് ചെയ്തു ട്ടോ. അപ്പോൾ സൺഡേ ആയിരുന്നു നമ്മളുടെ മാരത്തോണ്. ഇന്നിപ്പോൾ ഞാൻ വോയിസ് ഓവറും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൺഡേ ആണ്. ഇന്നെനിക്ക് ചെറുതായിട്ട് കുറച്ച് മസിൽ പെയിൻ ഉണ്ട് എന്നല്ലാണ്ട് വേറെ കാര്യമായ പ്രോബ്ലംസ് ഒന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പോൾ ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനൊന്നും നിൽക്കുന്നില്ല. നമുക്ക് നല്ലൊരു ചായ കുടിക്കണമെന്നുണ്ട്. ഏതായാലും നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. അതിൽ കയറിയതിന് ശേഷം നമുക്ക് അവരുടെയൊക്കെ ഒരു എക്സ്പീരിയൻസ് ചോദിച്ചു നോക്കാം കേട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയല്ലേ? അല്ല, അത് മാത്രമല്ല, എക്സ്പീരിയൻസ് സൂപ്പർ. ക്ഷീണമുണ്ടോ? ക്ഷീണം അങ്ങനെ ആയിട്ടില്ല, ഇല്ല, കുഴപ്പമില്ല. ഉല്ലാസിനോ? വലിയ ടയർനെസ് ഒന്നും തോന്നില്ല. മസിൽ പെയിൻ ഉണ്ട് ചെറുതായിട്ട്. നാളെ ശരിയായിക്കോളും. മസിൽ ക്യാച്ച്. അശ്മി ഫുൾ പവറിലാണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. നമ്മൾ നല്ലൊരു ചായ കുടിക്കാനായിട്ട് വന്നതാണ്. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി. സോ ദിസ് ഈസ് ഫെറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.